സംഘടിപ്പിച്ച ഇരട്ടക്കുട്ടികളുടെ സംസ്ഥാന സംഗമം ശ്രദ്ധേയമായി. ചലച്ചിത്ര താരം കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. ഇരിക്കുന്ന രീതികളും അവര് ബന്ധപ്പെടുന്ന ആൾക്കാരുമായിട്ട് നിങ്ങൾ അവർ ഒരുമിച്ചായിരിക്കുള്ളൂ. ഇപ്പൊ ഞാനൊന്നും പറയുന്നതിന് ശ്രദ്ധിക്കുന്നില്ല. ഇവര് ബിസി ഫോട്ടോ എടുക്കുകയാണ്. കാരണം അവർക്ക് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. കാരണം അവരൊരു ഫാമിലി പോലെയായിരിക്കും. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഗ്രൂപ്പ് ശരിക്കും അങ്ങ് ഒരു ഒത്തൊരുമയോടെ നന്നായിട്ട് വളർത്തിക്കൊണ്ടുവരണം. കാരണം എനിക്ക് തോന്നുന്നില്ല ഈ ഗ്രൂപ്പില് നമ്മുടെ ആൾക്കാരെ പോലെയുള്ള കുശുമ്പും കുന്നായ്മ ഒന്നും ഉണ്ടാവും തോന്നുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഗ്രോത്ത്, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങൾ ആസ് എ പേഴ്സൺ ഗ്രോ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളുടെ കഴിവുകളും മുന്നോട്ട് കൊണ്ടുവരുന്ന ഞാൻ പ്രാർത്ഥിക്കുന്നു. കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജിൻ തോട്ടപ്പള്ളി, ശാന്തി കേന്ദ്രം ഡയറക്ടർ PN ശ്രീനിവാസൻ, സൺറൈസ് ഹോസ്പിറ്റൽ MD പർവീൻ ഹഫീസ്, കേരള കൗമുദി യൂണിറ്റ് ചീഫ് പ്രഭു വാര്യർ, കൊച്ചി വിജിലൻസ് CI VK മധു തുടങ്ങിയവർ സംസാരിച്ചു. മാണിക്യമംഗലത്തെ സായി ശങ്കര ശാന്തി കേന്ദ്രം എന്ന വൃദ്ധപരിപാലന കേന്ദ്രത്തിലാണ് സംഗമമൊരുക്കിയത്. ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് ഇരട്ടക്കുട്ടികളുടെ വാട്സ്ആപ്പ് കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത്. അംഗങ്ങൾക്കായി വിവിധ ക്ഷേമ പദ്ധതികൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ തുടങ്ങിയവയൊക്കെ കൂട്ടായ്മ ലക്ഷ്യമിടുന്നുണ്ട്. നൂറുകണക്കിന് ഇരട്ടക്കുട്ടികളാണ് എത്തിയത്. ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ജനുവരിയിലാണ്. അത് റാന്നിയിലെ വിശ്വനാള് 2024 ജനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. 2024 ജനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് ആദ്യം ഒരു ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പായിരുന്നു. അതിൽ തുടങ്ങിയെന്ന് വെച്ചാൽ വിഷയമാണ് റാന്നിയിലെ അഡ്മിൻസ് തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ അകത്ത് സ്റ്റോറിയൊക്കെ ഇട്ടപ്പോൾ ഇരട്ടക്കുട്ടികൾ കുറേ അഡ്മിൻസ് ആയിട്ട് അതിൻ്റെ അകത്ത് ആഡ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഓർത്തു ഗ്രൂപ്പായിട്ട് നമുക്ക് വാട്സപ്പിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജസ്റ്റ് ഞങ്ങൾ ഗ്രൂപ്പ് തുടങ്ങി. അപ്പോൾ തന്നെ അംഗങ്ങൾ കൂടി വന്നു. ഇൻസ്റ്റയിൽ കൂടിയ അനുസരിച്ച് നമ്മളാണെങ്കിൽ അവരെ വാട്സപ്പിൽ ആഡ് ചെയ്തു. അപ്പോൾ തന്നെ ഇപ്പം നമുക്കൊരു 297 ആൾക്കാർ നമുക്ക് ആഡ് ആയിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് എല്ലാവരും നല്ല ഫ്രണ്ട്സ് ആയപ്പോൾ നമുക്ക് മീറ്റപ്പ് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരു ഫെബ്രുവരി മുതൽ നമ്മൾ മീറ്റപ്പിനുള്ള അറേഞ്ച്മെൻറ്റ്സ് തുടങ്ങി. ഏപ്രിലേക്ക് ഞങ്ങൾ തീരുമാനമെടുത്തു. പിന്നെ സ്ഥലമൊക്കെ നമ്മളിത്തിരി അറേഞ്ച് ചെയ്യാണ്ടിട്ട് താമസം എടുത്തു. പിന്നെ നമ്മൾ അതിൽ ഏറ്റവും ജോഡികൾ ഒരു 48 പേര് അംഗങ്ങളായിട്ടുണ്ട്. പിന്നെ സിംഗിളായിട്ടുള്ള, അതായത് ഒറ്റയോട് ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാർ സിംഗിളായിട്ടുള്ളൊരു 7-8 പേരുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വരെ എത്തി. എൻ്റെ പേര് പ്രിയ എന്നാണ്. പിന്നെ പ്രീത. അഡ്മിൻസ് ഞങ്ങൾ 10 പേരുണ്ട്. എല്ലാവരും ഒരേപോലെയൊക്കെ കഷ്ടപ്പെട്ട് എല്ലാവരെയും ക്രിയേറ്റ് ചെയ്ത് ഓരോരുത്തരെയും വിളിച്ച് പലരും പറയുമ്പോഴും അവർക്ക് ബുദ്ധിമുട്ട്. പിന്നെ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ സെൻട്രൽ വെച്ചത് ഇവിടെ തന്നെ, എറണാകുളം ഞങ്ങൾ നോക്കി നടന്നു. അങ്ങനെ പിന്നെ ഇവിടെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയതായാലും പിന്നെ കുഴപ്പമില്ല. ഓരോരുത്തർ പിന്നെ തലേദിവസം താമസിക്കാനുള്ള അറേഞ്ച് എല്ലാം ഇവിടുന്ന് ശ്രീനിവാസൻ സാർ ചെയ്തു തന്നു. അങ്ങനെ എല്ലാം ഭംഗിയായിട്ട് വന്നു. ഞങ്ങൾ പ്രതീക്ഷനെക്കാട്ടി ഭംഗിയായിട്ട് എന്തായാലും കാര്യങ്ങളൊക്കെ നടന്നു. പിന്നെ ഇനി ആൾക്കാർ വരാനുണ്ട്. 48 ജോഡികളാണ് നമുക്ക് ലിസ്റ്റ് തന്നത്. പിന്നെ സിംഗിളായിട്ടൊരു 7-8 പേരുണ്ട്. സിംഗിൾ എന്ന് പറയുമ്പോൾ അവർ ഒറ്റയെല്ലാം ഗൾഫിലും അങ്ങനെയൊക്കെ. അപ്പോൾ ബാക്കിയെല്ലാം ഏകദേശം വന്നു. ഇപ്പോൾ ഇവരിൽ ഒരു മൂവർ സംഘവുമുണ്ടെന്നതാണ് മറ്റൊരു പ്രത്യേകത. ചേർത്തല പെരുമ്പളം സ്വദേശിനികളായ സരിത, സവിത, സംഗീത എന്നിവരാണിവർ. 35ാമത് ജന്മദിന വാർഷികം പിന്നിട്ട ഇവരിൽ സരിതയും സംഗീതയും തൃപ്പൂണിത്തുറ ഹിൽ പാലസിലെ ഗൈഡുമാർ കൂടിയാണ്. കവിത വീട്ടമ്മയാണ്. പലപ്പോഴും ദീർഘനാൾ ഇവരിൽ പലർക്കും പരസ്പരം കാണാതിരിക്കാൻ കഴിയില്ലത്രേ. ഇരട്ട ജനനമായതിനാൽ മറ്റ് ശാരീരിക പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. പൗരൻ ന്യൂസ് ബ്യൂറോ, മാണിക്യമംഗലം.
യാത്ര. ഇലക്ട്രിക് സ്കൂട്ടറിൽ വെറും 7 രൂപയ്ക്ക് 70 കിലോമീറ്റർ യാത്ര. റോമൈ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇപ്പോൾ കിഴക്കമ്പലത്തും. വില 55,000 രൂപ മുതൽ. ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമില്ല. വായ്പാ സൗകര്യം ലഭ്യമാണ്. സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറുകളും ലഭിക്കും. SK മോട്ടോഴ്സ്, താമരച്ചാൽ, കിഴക്കമ്പലം. ഫോൺ 9037387983 9778225235. SK മോട്ടോഴ്സ്, താമരച്ചാൽ, കിഴക്കമ്പലം.